ഗൈസ്, അപ്പോൾ ഇന്നാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്, ബൂട്ട് ക്യാമ്പ്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ അകത്താണ് നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ MBBS സ്റ്റുഡൻസ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നിവിടെ പ്രോഗ്രാം നടക്കുന്നത് 4th ഫ്ലോറിൽ വെച്ചാണ്. നമ്മൾ ഇനി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ അവസ്ഥ എന്താ, ക്ലാസ്സും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇന്ത്യയിലെ ഒരു മെഡിക്കൽ കോളേജ് ഏതവസ്ഥയിലാണ് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, ഇത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഓറിയൻറ്റേഷൻ സെക്ഷനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനോഗ്രേഷൻ സെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൈമിലൊന്നും വീഡിയോസ് ഒരുപാട് എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സുകളാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുത്താൽ കാണുന്നത് നിങ്ങൾക്ക് മടുപ്പാവും, നമുക്കും ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഓറിയൻറ്റേഷനും പിന്നെ ഇനോഗ്രേഷൻ സെക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ കണ്ടത് ഇനോഗ്രേഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ സെക്ഷനാണ്. അപ്പോൾ ഇതിന് നമുക്ക് മെഡിക്കൽ കോളേജ് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് വരുന്നത്, GSL മെഡിക്കൽ കോളേജ്, രാജമുണ്ട്രിയിലുള്ളതാണ്. അപ്പോൾ നമ്മുടെ GSL മെഡിക്കൽ കോളേജ് വെച്ചാണ് നമ്മുടെ ബൂട്ട് ക്യാമ്പ് പ്രോഗ്രാം നടക്കുന്നത്. അതായത് നമ്മുടെ പ്രോഗ്രാം ഇട്ടേക്കുന്ന പേരാണ് ബൂട്ട് ക്യാമ്പ് എന്നുള്ളത്. ഈ മെഡിക്കൽ കോളേജിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ഹോസ്പിറ്റൽ, വലിയൊരു മെഡിക്കൽ കോളേജ്, വലിയൊരു ഡെൻ്റൽ ഹോസ്പിറ്റൽ, നഴ്സിംഗ് സ്റ്റുഡൻസ്, ഫിസിയോതെറാപ്പി, ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകൾ നടക്കുന്നതാണ്. ഈ നിങ്ങൾ കാണുന്ന ആ മഞ്ഞ കളർ, ആ എന്താ പറയുക, ആ ഒരു ടവറൊക്കെ കാണുന്നില്ലേ, ഇപ്പോൾ സൂം ചെയ്തേക്കുന്നത്, അതാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് വരുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഫ്രണ്ടിൽ വെച്ചേക്കുന്നത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ബോർഡാണ്. ഇപ്പം മെഡിക്കോസ് ക്ലിനിക്കൽ ബൂട്ട് ക്യാമ്പ്, അതായത് മെഡിക്കൽ സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് എന്നാണ് ഒരു പ്രോഗ്രാമിന് പറഞ്ഞേക്കുന്നത്. അതായത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് ബൂട്ട് ക്യാമ്പ് എന്നാണ് അവർ പേരെടുത്തേക്കുന്നത്. ഇത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഇൻസൈഡാണ്, ഫാർമസി മറ്റ് കാര്യങ്ങളാണ് കാണുന്നത്. അപ്പം നമ്മളിനി ഒരു 10 ദിവസത്തേക്ക് ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആരാന്ന് വെച്ചാൽ നിയോയും GSLും കരിയർ കെയറും എല്ലാവരും കൂടെ അസോസിയേറ്റ് ചെയ്ത് വെച്ചാണ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ക്ലിനിക്കൽ എക്സ്പോഷർ, ഒരു ബെറ്റർ ക്ലിനിക്കൽ എക്സ്പോഷർ, അനാട്ടമിക്കൽ എക്സ്പോഷർ, എസ്പെഷ്യലി കടാവറും മറ്റ് കാര്യങ്ങളാണ് നമുക്കതിൽ നിന്ന് കൂടുതലും മെഡിക്കൽ സ്റ്റുഡൻസിന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടികൾ കാണാം. അപ്പം ക്ലാസ്സുകളായതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ലിമിറ്റേഷൻ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ പ്രോഗ്രാം കണ്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് CPR സെക്ഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ബേസിക് ലൈഫ് സപ്പോർട്ടായിട്ട് CPR കൊടുക്കുക എന്നുള്ള സെക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ബയോകെമിസ്ട്രിയുടെ ലാബിൽ ബ്ലഡിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ട്. അത് ക്വാണ്ടിറ്റേറ്റീവായിട്ട് ലാബിൽ വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡുണ്ട്. ഗൈസ്, നമ്മൾ ചായ കുടിക്കാൻ വന്നു. ചായക്ക് കടി എന്താ? മസാല ദോശ. അപ്പോൾ ഗൈസ്, നമുക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഷുഗർ എന്താണ്, ഗ്ലൂക്കോസ് ലെവൽ എന്താണെന്നൊക്കെ ഉള്ള. അപ്പോൾ അതിന് ശേഷമുള്ള ക്വാണ്ടിറ്റേറ്റീവായിട്ട് ലാബിൽ പോയി നമ്മൾ അനാലിസിസ് ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ക്ലാസ്സിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ക്ലാസ് ടൈമിലായതുകൊണ്ട് ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ വീഡിയോ എടുക്കൽ പോസിബിൾ അല്ല, അതുകൊണ്ടാണ് ക്ലാസ് ടൈമിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. So we will expose heat only to the upper part and we will observe the change, whether there is a change in the upper part and the lower half also. Or we are adding the 1% acetic acid to this one. Okay. Now remains the same, no? Is the coagulum? Yes. If at all, because this kind of coagulum can form with various of the other reasons also. One of the reasons will be if at all the phosphates are extended. What is the method that we are using? The glucose oxidation and peroxidation. And the third one is principle.
So this particular, whatever the dipstick or the enzyme, it contains two enzymes. One is glucose oxidase and the peroxidase. So there is the action of these two particular enzymes. Initial. How many drops? 8 drops. എത്ര എടുക്കണ്ട? ഇല്ല. ഒട്ടുകൂടി തോന്നാൻ ചേച്ചാണി അത് ഡയറക്റ്റ് പൊട്ടു ഇങ്ങനെ കാണും. അപ്പുറത്ത് ഈ കൈ കൊണ്ട് പിടിച്ചിട്ട് എടാ അവിടേക്ക് തെറിക്കും. എടാ അവരുടെ മുഖത്തേക്ക് തെറിക്കരുതിട്ടാ. ഈ കൈ യൂസ് കളർ മാറി വരട്ടെ, ശരിക്കും കളർ മാറുന്നു. നല്ല കുലുക്ക് നല്ല കുലുക്ക് അങ്ങോട്ട് തെറിക്കോടാ. ആ എൻ്റെ അടിയായിട്ടുണ്ട്. ടൈറ്റ് ആക്കി കിട്ടോ. കുലുക്ക് കുലുക്ക്. ഇനി കുലിക്കാൻ മതി. റെഡായില്ല. നല്ല റെഡാവും. ഇങ്ങോട്ട് കുലിക്കണം. ഇനി കത്തിക്കണ്ട, ഇത് തന്നെ അവിടെ വെച്ചിട്ട് ഓൾമോസ്റ്റ് ആയി. Suppose if you can change into this one, automatically the filter color will change. You know now. Now you can see. Now it is yellow. Yeah. But what we need is only approximately 505 or okay. Now we can able to see the green filter. Yes. Like that, if we can adjust according to the wavelength, these filters we can change also. Okay. പക്ഷെ ഇതിൽ കോയാഗുലന്റ് ഇപ്പോഴും ഇല്ലേ, അപ്പൊ ഇതിൽ ഫോസ്ഫേറ്റ്സ് ഇല്ല. നീലക്കൊരു ഫേസ് റിവീൽ ചെയ്തില്ല കേട്ടോ. നമ്മൾ 1 ml ഇത് 1 ml ഓട്ടോ പിപ്പറ്റ് 1000 മൈക്രോലിറ്റർ 1000 മൈക്രോലിറ്റർ ആണ്. അതായത് 1 ml ഓട്ടോ പിപ്പറ്റ്. ഇനി നമ്മൾ ബ്ലാങ്ക് എഴുതിയിട്ടുള്ള ട്യൂബിലേക്ക് 10 മൈക്രോലിറ്ററിന്റെ ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിക്കും. ഹലോ ഗൈസ്, നമ്മളെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. നമുക്കിന്ന് CPRന്റെ ക്ലാസ് ആയിരുന്നു ഗൈസ്. യെസ്, നമ്മൾ മറ്റേ മാനുക്യനിലൊക്കെ പ്രാക്ടീസ് ചെയ്തു, പ്രോ ആയി ഗൈസ്. യെസ് ഗൈസ്, വിത്തിൻ 2 hours 4 hours സെഷൻ 2 hours ഞങ്ങൾ തീർത്തു. എന്താ ചെയ്യുക ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ.